ഒരു കൂട്ടം സന്യാസികൾ ഒത്തുചേർന്ന് ഒരു സന്യാസ സഭ ആരംഭിച്ചു. അവരുടെ ആശ്രമത്തിന് ദൈവമാതാവിന്റെ പേരാണ് അവർ നൽകിയത്. മാതാവിനോടുള്ള അവരുടെ ഭക്തിയും കർമ്മന്മാരിലെ താമസവും അവർക്ക് കർമ്മന മാതാവിന്റെ സഹോദരന്മാർ എന്ന് പേര് ലഭിക്കാനിടയായി. സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉണ്ടായ ഒരു ദർശനത്തിൽ നിന്നുമാണ് ഉത്തരീയം ധരിക്കുന്ന പതിവ് ആരംഭിച്ചത്. ആ ദർശനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. പിതാവേ, ഇത്തരത്തിൽ യുദ്ധം പോവുകയാണെങ്കിൽ നാം എല്ലാവരും മരിച്ചത് തന്നെ. കർമ്മലകളിൽ രൂപംകൊണ്ട നമ്മുടെ സഭ ഇന്ന് യൂറോപ്പിന്റെ നാനാഭാഗത്ത് ചിതറിക്കിടക്കുകയാണ്. ഏത് നിമിഷവും നമ്മുടെ ആശ്രമവും ആക്രമിക്കപ്പെടും. നമ്മളെല്ലാം നശിച്ചു പോകും. ഭയപ്പെടാതെ സഹോദര, അമ്മ നമുക്ക് എന്നും രക്ഷയായി തീരും. തീർച്ചയാണ്. അങ്ങ് കേൾക്കുന്നില്ലേ? നമ്മൾ ആക്രമിക്കപ്പെടാൻ പോകുന്നു. പിതാവേ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം. നിന്ന് പരിവേദിക്കാതെ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നിത്യനമ്പല കന്യകയായിരുന്ന ദൈവത്തിനെ പ്രസവിച്ചവരെ ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമെന്നും സമുദ്രധാരാണി എന്നെ സഹായിക്കണമെന്നും രക്ഷിക്കണമെന്നും അങ്ങ് എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമെന്നും മകനെ സൈമൺ, നിന്റെ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരയും നീ സ്വീകരിക്കുക. അത് ഭക്തിപൂർവ്വം ധരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയാണ്? എല്ലാവരും വരുവിൻ, വേഗം വരുവിൻ. എന്താണിത്? എന്തിനാണ് അമ്മ ഇത് നൽകിയത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്റെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. എന്തൊരു തേജസ്സായിരുന്നു ആ മുഖത്ത്. അമ്മ എനിക്ക് ഈ ഉത്തരീയം നൽകി. ഇത് രക്ഷയുടെ അടയാളമാണെന്ന് പറഞ്ഞു. ഇത് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി. വരുവേ, നമുക്ക് എല്ലാവർക്കും രക്ഷയുടെ ഈ കവചം ധരിക്കാം.